വീട്ടുപറമ്പിൽ നടാൻ പാടില്ലാത്ത നട്ടുവളർത്താൻ പാടില്ലാത്ത വൃക്ഷങ്ങൾ ഏതൊക്കെ? നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഏവരുടെയും സംശയമാണ് വീട്ടുപറമ്പിൽ ഏതൊക്കെ വൃക്ഷങ്ങൾ നടാം, ഏതൊക്കെ നടാൻ പാടില്ല, ഏതൊക്കെ എവിടെയൊക്കെ നടാം എന്നുള്ളത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് വൃക്ഷങ്ങളെ എങ്ങനെ തിരിച്ചിരിക്കുന്നു? അന്തസാരാ വൃക്ഷങ്ങൾ, ബഹിർസാരാ വൃക്ഷങ്ങൾ, സർവസാരാ വൃക്ഷങ്ങൾ. അന്തസാരാ വൃക്ഷങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അകത്തു കാതലുള്ള വൃക്ഷങ്ങളെയാണ്. അപ്പോൾ അത് കുറച്ച് അതിനകം കട്ടിയായിരിക്കും, പുറത്ത് കട്ടി കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ബഹിർസാരാ വൃക്ഷങ്ങൾ അത് അകത്ത് കട്ടി കുറവായിരിക്കും, പുറത്ത് കട്ടിയായിരിക്കും. അത് തെങ്ങ്, കവുങ്ങ് പോലെയുള്ള വൃക്ഷങ്ങളാണ് അകത്ത് കട്ടി കുറവും പുറത്ത് കട്ടിയുള്ളതും. ഇനി സർവസാര വൃക്ഷങ്ങൾ എന്ന് പറയപ്പെടുന്നു. അത് മുഴുവൻ കട്ടിയുള്ള വൃക്ഷങ്ങളായിരിക്കാം. തേക്ക്, ഈട്ടി പോലെയുള്ള വൃക്ഷങ്ങൾ. അപ്പോൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്, ഏതൊരു വൃക്ഷമാണോ നമ്മൾ നടുന്നത് ആ വൃക്ഷം വീണ് കഴിഞ്ഞാൽ നമ്മളുടെ വീടിന് കേടുപാടുകൾ പറ്റാത്ത ദൂരത്തിൽ നടണം എന്നാണ് അടിസ്ഥാനപരമായി പറയപ്പെടുന്നത്. ഒരു വൃക്ഷം എത്രത്തോളം ഉയരത്തിൽ വളരുമോ ആ വൃക്ഷം വളർന്നതിന് ശേഷം വീണ് കഴിഞ്ഞാൽ നമ്മളുടെ വീടിന് കേടുപാടുകൾ പറ്റാത്ത രീതിയിലുള്ള അകലത്തിൽ നടണം എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ വസ്തുവിലൊക്കെ താമസിക്കുമ്പോൾ അത് പ്രായോഗികമല്ല. പണ്ട് കാലത്ത് ധാരാളം വസ്തുക്കൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ വളരെ ദൂരത്തിലെ ദൂരമൊക്കെ പാലിച്ച് വൃക്ഷങ്ങൾ നടാൻ സാധിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെ അത് പ്രായോഗികമല്ല. പിന്നീട് ചില വൃക്ഷങ്ങൾ വീട്ടിൽ നട്ടാൽ ദോഷമുണ്ടാകും എന്നൊക്കെ പലപ്പോഴും വിശ്വസിക്കപ്പെടുന്നു. അതിലൊന്നാണ് കൂവളം, നാരകം പോലെയുള്ള വൃക്ഷങ്ങൾ, അതോടൊപ്പം ശീമപ്ലാവ് തുടങ്ങിയ വൃക്ഷങ്ങളൊക്കെ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ ദോഷമുണ്ടാകും എന്ന് പറയപ്പെടുന്നു. അതിൽ ചില എല്ലാം വിശ്വാസമോ തന്നെ ആയിരിക്കണം എന്നില്ല, ചിലതൊക്കെ അന്ധവിശ്വാസമായിരിക്കാം. എങ്കിൽ തന്നെ ഈ നാരകം പോലെയുള്ള മുള്ളുള്ള വൃക്ഷങ്ങൾ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ഒരു വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ നാരകം പോലുള്ള ചെടികൾ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടും മറ്റു വൃക്ഷങ്ങളൊന്നും തന്നെ വളരാൻ ഈ നാരകം സമ്മതിക്കില്ല. ആ രീതിയിലാണ് അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഊർജം ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന രീതിയും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് മറ്റു വൃക്ഷങ്ങൾ വളരാൻ സമ്മതിക്കാത്ത വൃക്ഷങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള വൃക്ഷങ്ങൾ നടുമ്പോൾ വീട്ടിൽ നിന്നും മിതമായ അകലം പാലിച്ച് നടുക. അല്ലെങ്കിൽ വീടിന് ചുറ്റും ഒരു വാസ്തുമണ്ഡലമോ അരമതിലോ കെട്ടിത്തിരിച്ച് അതിന് വെളിയിൽ നടാൻ നോക്കുക. അതോടൊപ്പം ചേര് പോലെയുള്ള തൊട്ടാൽ ചൊറിയുന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വൃക്ഷങ്ങൾ പരമാവധി ഒഴിവാക്കുക. ആല്, പന തുടങ്ങിയ വൃക്ഷങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ദേവതാ കൺസെപ്റ്റുകളൊക്കെ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വൃക്ഷങ്ങളാണ് പന, ആല്. ഈ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ ചില ദേവതാ സങ്കല്പങ്ങൾക്ക് നമ്മൾ ചില ആരാധനാ സമ്പ്രദായങ്ങളുമൊക്കെ ആയിട്ട് ബന്ധങ്ങൾ വരാവുന്ന വൃക്ഷങ്ങളുമൊക്കെയാണ്. അങ്ങനെയുള്ള വൃക്ഷങ്ങളിൽ ചില ദേവതകളൊക്കെ കുടിയിരിക്കുമെന്നുമൊക്കെ പലവിധ വിശ്വാസങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വൃക്ഷങ്ങൾ വീട്ടുപറമ്പിൽ വളർത്താതെ ഇരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. മറ്റ് ഫലവൃക്ഷങ്ങൾ നടുന്നതിന് വലിയ ദോഷങ്ങളൊന്നും കൽപ്പിക്കേണ്ടതില്ല. വാഴ പോലെയുള്ള അല്പകാല ചെടികളും അതോടൊപ്പം മറ്റ് ചെടി സസ്യലതാദികളും വളർത്തുന്നതിന് കൃത്യമായ ഇന്ന സ്ഥാനം തന്നെ വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതോടൊപ്പം വാസ്തുമണ്ഡലത്തിന് വെളിയിലാണ് ഇത് നടന്നതെങ്കിൽ അതിനും വലിയ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതകളൊന്നുമില്ല. നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുമില്ല. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.